മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. നമ്മുടെ പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമത്തിൽ നിങ്ങൾക്ക് എപ്പോഴും എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള, എപ്പോഴും നല്ല കഴിഞ്ഞ വർഷമാണ് നമ്മുടെ സിലബസ് മാറിയല്ലേ. അപ്പൊ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്താ, നമ്മുടെ ഗ്രാമജീവിതവും നഗരജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വില്ലേജ് ലൈഫ് ആൻഡ് സിറ്റി ലൈഫ്? അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് നോക്കാം. എൻവിയോൺമെന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക? യെസ്, എൻവിയോൺമെന്റ് നോക്കുകയാണെങ്കിൽ നഗര ജീവിതത്തിലെ തിരക്കുകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ, നഗരജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ബിസി ലൈഫാണ്, തിരക്കുള്ള ലൈഫാണ്. താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്രാമജീവിതം പ്രകൃതിയോട് എന്താണ് കൂടുതൽ അടുപ്പവും ശുദ്ധവായു നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. അതായത് വില്ലേജ് ലൈഫ് ഓഫൺ ഓഫേഴ്സ് ക്ലീൻ എയർ, നല്ല ശുദ്ധമായ വായു കിട്ടുന്നുണ്ട്. ക്ലോസർ ടു നാച്ചുറൽ, പ്രകൃതിയോട് കൂടുതൽ അടുപ്പമുള്ള ആളുകളായിരിക്കും. ദെൻ കമ്പയർ ടു ഹസ്ൽ ആൻഡ് ബസ്റ്റിൽ ലൈഫ്, ഹസ്ൽ ആൻഡ് ബസ്റ്റിൽ ഓഫ് സിറ്റി ലൈഫ്. അതായത് എന്താണ്, നമ്മുടെ സിറ്റി ലൈഫിൽ എന്താണ് തിരക്ക് പിടിച്ച ആ ഒരു ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഗ്രാമജീവിതം എന്താണ് നല്ല ശുദ്ധമായ വായു ഉണ്ട്, ക്ലോസ് ടു നാച്ചുറൽ ആണ് അല്ലെ, എന്താണ് പ്രകൃതിയോട് കൂടുതൽ അടുത്തതുമായിട്ടുള്ള ലൈഫ് ആയിരിക്കും ഉണ്ടാവുക. എൻവിയോൺമെന്റ് നോക്കുകയാണെങ്കിൽ കേട്ടോ, എന്താണ് എൻവിയോൺമെന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമ സമൂഹത്തിൽ അല്ലെങ്കിൽ ഗ്രാമജീവിതത്തിൽ എന്താണ് ഉണ്ടാവുക? നല്ല അടിപൊളി എയർ, ശുദ്ധവായു ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? പ്രകൃതിയോട് കൂടുതൽ അടുത്ത് അല്ലെ, ക്ലോസ് ടു നാച്ചുറൽ ആയിരിക്കും. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കൂടുതലും സിറ്റിയിലായിരിക്കും നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവുക കേട്ടോ. സിറ്റീസ് യൂഷ്വലി ഹാവ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് നെറ്റ്വർക്ക് അല്ലെ. അവിടെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നല്ല സൗകര്യങ്ങളും ഉണ്ട്. നെറ്റ്വർക്ക് കവറേജ്, അതായത് എന്താണ് ഇന്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ എന്താണ് കൂടുതലുള്ളത് സിറ്റി ലൈഫിലാണ്. ഓക്കെ, ഗ്രാമജീവിതത്തിൽ എന്താണ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഒന്നും അങ്ങനെ ഉണ്ടാവില്ല, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും കുറവായിരിക്കും. അത് നോക്കുകയാണെങ്കിൽ സിറ്റിയിലായിരിക്കും എന്ത് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും നെറ്റ്വർക്ക് ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും കൂടുതൽ എവിടെയാണ്? സിറ്റി ലൈഫിലാണ് ഉണ്ടാവുക. അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗതം, ഇന്റർനെറ്റ് എന്നിവ നഗരങ്ങളിൽ നല്ല മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ നഗരങ്ങളിലാണ്, സിറ്റിയിലാണ് ഉള്ളത്. ദെൻ അർബൻ ലൈഫ് മീൻസ് ലിവിംഗ് ഇൻ ബിഗ് സിറ്റീസ് വേർ there are lots of buildings, busy street and many people. സിറ്റി ലൈഫ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? യെസ്, ബിഗ് ആയിരിക്കും അല്ലെ, ബിഗ് സിറ്റീസ് ആയിരിക്കും. ലോട്ട്സ് ഓഫ് ബിൽഡിംഗ്, ഒരുപാട് ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ ഉണ്ടാവും. സ്ട്രീറ്റ്സ്, വലിയ വലിയ സ്ട്രീറ്റുകൾ ഉണ്ടാവും. മെനി പീപ്പിൾ, ധാരാളം ആളുകൾ എന്താണ് യെസ് അർബൻ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, ഇൻ സിറ്റീസ് ഹാവ് ആക്സസ് ടു മെനി ഷോപ്സ്, ഒരുപാട് ഷോപ്പുകളും, സ്കൂൾസ്, എന്റർടൈൻമെന്റ് പ്ലേസസ്, എന്താണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അങ്ങനത്തെ എന്താണ് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസസ് ഉണ്ടാവും. പാർക്സ് അല്ലെ, പാർക്കുകൾ, മൂവി തിയേറ്റേഴ്സ് ഒക്കെ എന്താണ് കൂടുതൽ എവിടെയാണ്? സിറ്റി ഉണ്ടാവുക അല്ലെ. നഗര ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, നോക്കിക്കോ, റൂറൽ ലൈഫ്, ഗ്രാമജീവിതം എന്ന് പറയുമ്പോൾ എന്താണ് മീൻസ് ലിവിങ് സ്മോൾ ടൗണിലാണ്, ചെറിയ ടൗൺ ആയിരിക്കും അത്. അവിടെ എന്താണ് ഫിയർ ബിൽഡിങ്സ് ആണ് അല്ലെ, കുറച്ച് ബിൽഡിങ്സേ ഉണ്ടാവുള്ളൂ, പിന്നെയോ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലെ. ഓക്കെ, ഗ്രാമീണ ജീവിതം എന്നതിനർത്ഥം ചെറിയ പട്ടണങ്ങളിലോ ഗ്രാമങ്ങളിലും താമസിക്കുന്നതാണ്. അവിടെ കുറച്ച് കെട്ടിടങ്ങളും കുറച്ച് ആളുകളും ആയിരിക്കും ഉണ്ടാവുക. ഇൻ റൂറൽ ഏരിയാസ് യൂസ് മോർ ഫാംസ്, നമുക്ക് റൂറൽ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ കാണാൻ പറ്റുന്ന ഒരുപാട് വയലുകളായിരിക്കും അല്ലെ, ഒരുപാട് ഫാമുകളായിരിക്കും കാണുക അല്ലെ, വയലുകളായിരിക്കും. പിന്നെയോ ഫാം, കൃഷിയിടങ്ങള്, ഫീൽഡ്സ്, വയലുകള്, ദെൻ ഓപ്പൺ സ്പേസസ്, ഒരുപാട് തുറസായ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ എന്താണ് ഗ്രാമങ്ങളുടെയും സിറ്റീസിന്റെയും തമ്മിൽ കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ, ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്നാണ് എഴുതാല്ലേ, എന്താണ് ഗ്രാമജീവിതത്തിലെ ആളുകൾ എന്താണ് ഭയങ്കര ക്ലോസ് ടു നാച്ചർ ആയിരിക്കും അല്ലെ, ഭയങ്കര ക്ലോസ് ടു നാച്ചർ ആയിരിക്കും, അതായത് പ്രകൃതിയോട് കൂടുതൽ അടുപ്പുള്ളവരായിരിക്കും. അത് മാത്രമല്ല ഗ്രാമജീവിതത്തിലെ ആളുകൾ നൈബർഹുഡ് റിലേഷൻസ് ഒക്കെ അല്ലെ, അയൽപ്പക്ക ബന്ധമൊക്കെ കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും റൂറൽ ഏരിയാസിൽ ഉണ്ടാവുക. അർബൻ ഏരിയാസിൽ എന്താണ് ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പോലും ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്താണ് കമ്പയർ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ മക്കളെ, ബൈ.